Hello friends. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ആയ Ubuntu എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് ഒരു CD അല്ലെങ്കിൽ DVD-യിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പെൻ ഡ്രൈവിലേക്ക് എങ്ങനെ മാറ്റാം, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഈ Ubuntu ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ Ubuntu എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള സീരീസിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഉബുണ്ടുവിൻ്റെ സൈറ്റ് എടുത്തിട്ട് Ubuntu latest version അല്ലെങ്കിൽ Ubuntu install എന്നൊക്കെ അടിച്ചാൽ മതി. അപ്പോൾ Ubuntu latest version അടിക്കുമ്പോൾ ഡൗൺലോഡ് Ubuntu എന്ന് പറഞ്ഞാൽ Ubuntu ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടോ ubuntu.com എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് 18.0.3 LTS എന്ന് പറഞ്ഞ വേർഷനും താഴെ 19.10 എന്ന് പറഞ്ഞ വേർഷനാണ് ഇവർ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഡൗൺലോഡ് ദി ലേറ്റസ്റ്റ് LTS വേർഷൻ. LTS വേർഷൻ എന്ന് പറഞ്ഞാൽ അവരെ ലോങ് ടേം സപ്പോർട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ഇവിടെ പറയുന്നുണ്ട്, വിച്ച് മീൻസ് 5 years until April 2 ഉണ്ടോ ഏപ്രിൽ 2023 വരെ ഇവരെ ലോങ് ടേം സപ്പോർട്ട് 18.0.3 LTS വേർഷന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫ്രീ സെക്യൂരിറ്റി ആൻഡ് മെയിൻ്റനൻസ് അപ്ഡേറ്റ് ആൻഡ് ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സിസ്റ്റത്തിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 2 GHz ഡുവൽ കോർ പ്രോസസ്സർ ഓർ ബെറ്റർ. അതിൻ്റെ മുകളിലേക്കുള്ള സിസ്റ്റമോ അല്ലെങ്കിൽ ആ 2 GHz ഡുവൽ കോറായ പ്രോസസ്സറായ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആണെങ്കിൽ ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. 4 GB സിസ്റ്റം മെമ്മറി, 4 GB നമ്മളെ റാം ഉണ്ടെങ്കിൽ റാം പറയുന്നുണ്ട്. പിന്നെ 20 GB ഫ്രീ ഹാർഡ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്കിന് 20 GB ഫ്രീ സ്പേസ് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ DVD ഡ്രൈവ് USB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളർ മീഡിയ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് DVD അല്ലെങ്കിൽ USB പോർട്ടോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇൻ്റർനെറ്റ് ആക്സസ് ഈസ് ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് ഫയലുകളും മറ്റു കാര്യങ്ങളും പുതിയ ഫീച്ചേഴ്സൊക്കെ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതിലും ലേറ്റസ്റ്റ് വെർഷനാണ് 19.10 എന്ന് പറഞ്ഞ വെർഷൻ. അപ്പോൾ ആ വേർഷൻ ഇവിടെ പറയുന്നത് ലേറ്റസ്റ്റ് വെർഷൻ Ubuntu ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെസ്ക്ടോപ്പ് PC ആൻഡ് ലാപ്ടോപ്പ് Ubuntu comes with 9 months എന്ന് പറഞ്ഞു. അണ്ടിൽ ജൂലൈ 2020 വരെ ആണ് ഇവരിത് പറയുന്നത്. ഇതിൽ പറയുന്ന ലോങ് ടേം സപ്പോർട്ട് ആകുമ്പോൾ LTS വേർഷൻ ആകുമ്പോൾ 5 years പറയുന്നുണ്ട്. മെയിൻ്റനൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇത് ജൂലൈ വരെ അല്ലെങ്കിൽ 9 months ജൂലൈ വരെയാണ് 2020 ജൂലൈ വരെയാണ് ഇതിൻ്റെ സപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് Ubuntu റെക്കമെൻഡഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ 19.10ൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മളെ 18.0.3 LTSൻ്റെ അതേ റിക്വയർമെൻറ്റ്സ് ആണെന്ത് 19.10 പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് LTS വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്താലും പുതിയ വെർഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു ഉബുണ്ടുവിൽ നിന്ന് തന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. .9 GB പറയുന്നത് ഇവിടെ മിനിറ്റും പറയുന്നുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളെ ഡൗൺലോഡിങ് ഏകദേശം ഒരു 1 minute 2 minute കൂടി ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡൗൺലോഡ് ഫയൽ പിന്നെ നമ്മളെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉബുണ്ടുവിൻ്റെ. ഇതിൻ്റെ ലാസ്റ്റ് ഇവിടെ ഒരു യുവർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ നമ്മളെ കോൺട്രിബ്യൂഷനായിട്ട് ഒരു $15 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് പേപ്പാൽ മുഖേന ഇവർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡൗൺലോഡ്സ് ഒന്ന് നോക്കാം. കണ്ടോ, ഉബുണ്ടു 18.04 3 ഡെസ്ക്ടോപ്പ് AMD 64 ISO എന്ന് പറഞ്ഞ ഇത് ഷോയിങ് ഫോൾഡർ എന്ന് കൊടുത്താൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് നമുക്ക് ഇനി CD-യിലേക്ക് റൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ CD വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വേണ്ട ബ്ലാങ്ക് ഡിസ്കിൽ ഇത്രയും സൈസ് വരുന്നുണ്ട്. ഇവിടെ സെലക്ട് ബ്ലാങ്ക് ഡിസ്ക് ബ്ലാങ്ക് കൊടുത്താൽ ഞാനിപ്പോൾ ഉബുണ്ടു 14.04 എന്ന് പറഞ്ഞ LTS വെർഷനിൽ നിന്നാണ് ഈ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്തത്. നിങ്ങൾക്ക് വിൻഡോസൊന്നും എന്തൊന്നും ഈ സൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നേരെ CD-യിലേക്ക് ആ ഫയൽ റൈറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഉബുണ്ടു നമ്മൾ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ CD-യിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഈ റൈറ്റ് ചെയ്ത ഫയൽ വെച്ചിട്ടാണ് നമ്മളൊരു പുതിയ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ വിൻഡോസ് ഉള്ള സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉബുണ്ടു രണ്ടാമത്തെ വയസ്സായിട്ടോ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രഷ് സിസ്റ്റത്തിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ CD ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് വേണമെങ്കിൽ പെൻ ഡ്രൈവിലേക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.